എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ അയ്യപ്പസ്വാമിയുടെ ഉണ്ണിമോടേക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയാലോ. ഇന്നത്തെ വിശേഷത്തെ കാണിച്ചിരിക്കുന്ന ദേവകിയമ്മ ആകെപ്പാട് സങ്കടപ്പെട്ട് മുറിയിലിരിക്കുകയാണ്. ദേവകിയമ്മ പറയാം, 2 ദിവസമായി മുറിക്കകത്ത് കയറിയിരിക്കാതെ പറഞ്ഞിട്ട് പുറത്തേക്കൊന്നും ഇറങ്ങാൻ പോയിട്ടും പറ്റുന്നില്ല. കാലിനും കൈക്കൊക്കെ വേദനയായിട്ട് ഇനി എന്ത് ചെയ്യും ഭഗവാനെ, ഞാൻ എത്ര നാൾ ഈ ദുരിതം ഇങ്ങനെ അനുഭവിക്കേണ്ടി വരും. വൈദ്യുതാൻ കിട്ടിയില്ലെങ്കിൽ എൻ്റെ ജീവിതം ഇവിടെ തന്നെ ഈ മുറിക്കകത്ത് തന്നെ തീരുന്നാ തോന്നുന്നേ. കാലുമുട്ട് വേദന കൊണ്ട് രക്ഷയില്ല എൻ്റെ ഭഗവാനെ, എൻ്റെ മുട്ട് വേദനിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ദേവകിയമ്മ കടന്ന് നിലവിളിക്കുവാണ്. ഈ സമയത്ത് അതിനോട് വിനോദം അങ്ങോട്ട് വരുന്നേ. വിനോദ് ഓടി വന്നിട്ട് ചോദിച്ചു, എന്ത് പറ്റിയമ്മേ, എന്താന്ന് ചോദിക്കുകയാണ്. ഒന്നും പറയണ്ട മോനെ, എൻ്റെ കാൽമുട്ടിന് ഭയങ്കര വേദനയാന്ന് പറയണം. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഓയിൽമെന്റ് എന്തെങ്കിലും കൂടെ തിരുമട്ടെ എന്ന് പറയണേ. വേണ്ട വേണ്ട മോൻ അതൊന്നും എടുത്തോണ്ട് വരണ്ട, എൻ്റെ ജീവിതം ഇതോടെ തീർന്നെന്നാ തോന്നിയെന്ന് പറയണേ. അമ്മ ഇങ്ങനെ വിഷമിക്കല്ലേ, ഇപ്പൊ വരാന്നും പറഞ്ഞ് വിനോദ് അങ്ങോട്ട് പോവാണ്. വിനോദ് അങ്ങോട്ട് പോയിട്ട് ഓയിൽമെന്റ് എടുത്തോണ്ട് വന്നിട്ട് ദേവയമ്മയുടെ കാലുമുട്ട തിരുമ. പാവം അമ്മ വേദന കൊണ്ട് കിടന്നങ്ങോട്ട് നിലവിളിക്കുവാണ്. അമ്മ കരയല്ലേ, ഇതൊക്കെ ശരിയാവുന്നതാണ്. എങ്ങനെ ശരിയാവുന്ന മോൻ പറയണേ, എനിക്ക് മുറിക്കകത്ത് പുറത്തിറങ്ങാൻ പോലും പറ്റുന്നില്ലോ. നിനക്കറിയാവുന്ന കാര്യമല്ലേ, ഇനി ആ വൈഡുരുന്നാൻ കിട്ടിയില്ലെങ്കിൽ എൻ്റെ ജീവിതം ഈ മുറിക്കകത്തുനിന്ന് തീരുമെന്ന് പറയാം. അമ്മ വിഷമിക്കാതിരിക്കുക, വൈഡുരുന്നാൻ കിട്ടുമേ. എനിക്കിഷ്ടമുണ്ടായിട്ടാണോ ഞാനിങ്ങനെ അമ്മനെ മുറിക്കകത്തിട്ടിരിക്കുന്നത്? അനസൂയ പറഞ്ഞിട്ടല്ലേ അവളുടെ ഉള്ളിലെ സങ്കടം. ഇത് അമ്മ ഈ മുറിക്കകത്ത് കിടന്നിട്ടുണ്ടെങ്കിൽ വൈഡുരുന്നാൻ കിട്ടുമെന്നുള്ളതാ. അപ്പൊ അവളുടെ വിശ്വാസം അതാമ്മേ, എനിക്ക് ഇഷ്ടമുണ്ടായിട്ടല്ലമ്മ എന്നൊക്കെ വിനോദ് തന്റെ അവസ്ഥ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് ദേവകിയമ്മേനെ. അതൊന്നും കുഴപ്പമില്ല മോനെ എന്നും പറഞ്ഞുകൊണ്ട് ദേവയമ്മ ഇരിക്കുകയാണ്. ഈ സമയത്താണ് അനസൂയ മുറിയുടെ അലടങ്ങൾ പോയത്. പെട്ടെന്ന് കണ്ടു, കാലയിലങ്ങ് തിരുമെന്ന് കണ്ടു. അനസൂയക്ക് സഹിച്ചില്ല. ആ മുറിയിലേക്ക് കയറില്ലെന്ന് പറഞ്ഞ് പോയി തിരുമ്മി കൊടുക്കുന്നുണ്ടല്ലേ തള്ളയ്ക്ക് മോനെ. ഇവരെ ഇങ്ങനെ ഞാൻ എന്ത് ചെയ്താൽ മതിയാന്നൊക്കെ പിറുപിറുക്കുവാണ്. പെട്ടെന്ന് വിനോദിച്ച്, എന്താ നീ അവിടെ നിന്ന് പിറുപിറുക്കുന്നത്? എന്തേലും ഉണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറയാൻ പറയണം. എനിക്കൊന്നും പറയാനില്ല. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? എന്റെ സങ്കടം നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ലോ എന്ന് പറയണം. നിങ്ങളോട് പറഞ്ഞല്ലേ ഈ മുറിയിലേക്ക് കയറില്ലെന്ന്, യോഗിണി ദേവിയമ്മ പറഞ്ഞല്ലേ, പിന്നെ നിങ്ങൾ എന്തിനാ ഈ മുറി കയറി നീക്കണം? അനസൂയ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇതെന്റെ അമ്മയാണ്. എന്റെ അമ്മയുടെ കാലിന് വേദന വന്ന് തിരുമ്പി കൊടുക്കേണ്ട ആള് ഞാനാ. അതെനിക്ക് സഹിച്ചൊന്നും പറ്റുമല്ല. പറഞ്ഞു കേട്ടല്ലോ. അതുകൊണ്ട് നീ കൂടുതലൊന്നും പറയണ്ടെന്ന് പറയണേ. എന്ത് വേണം വിനോദേട്ടം ചെയ്തു, എനിക്കൊരു കുഴപ്പമില്ല. അല്ലെങ്കിലും 1-2 രൂപയുടെ മുതലല്ല, എത്ര കോടി രൂപയുടെ മുതലാന്നറിയാവത്. അത് പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ വിഷമം എനിക്കാ വരുള്ളൂ. നിങ്ങൾക്ക് ആർക്കും ഒരു വിഷമവും വരത്തില്ലെന്ന് പറയാം. വിനോദ് പറഞ്ഞ്, വിഷമം വരുന്നില്ല എന്ന് ഞങ്ങൾക്കറിയാം, നിനക്ക് നല്ല വിഷമം ഉണ്ടെന്നറിയാം. പക്ഷെ എന്ത് ചെയ്യാനാ, ഞങ്ങളുടെ അവസ്ഥയും കൂടെ ഒന്ന് മനസ്സിലാക്കുക. എൻ്റെ അമ്മയുടെ അവസ്ഥയൊന്ന് മനസ്സിലാക്കുക. അമ്മയുടെ വയ്യായിക നീ ഒന്ന് മനസ്സിലാക്കാൻ പറയണം. ഇങ്ങനെ പറഞ്ഞിട്ട് അനസൂയക്ക് ദേഷ്യം വന്നു. അനസൂയ പറഞ്ഞു, ഞാൻ ഈ മുറിയിൽ നിന്നിട്ട് എന്തേലും പറഞ്ഞു പോകും എന്നും പറഞ്ഞിട്ടങ്ങ് ഇറങ്ങി പോവാണ്. അല്ലേലും ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടാ പോയത്. അല്ലേലും എങ്ങനെയാ, നിങ്ങളുടെ മോൾക്കാണെങ്കിലോ അത് ജനിച്ചപ്പോൾ മുതലുള്ള ശാപം, നിങ്ങളുടെ അമ്മയ്ക്കാണെങ്കിലോ അതാണെങ്കിൽ ഗരുഡ ശാപം. ഗരുഡ ശാപം എന്ന് പറഞ്ഞാൽ ഗരുഡ യോഗം. ഇതെല്ലാം കൂടെ ആയിക്കഴിഞ്ഞപ്പോഴത്തേന് ഈ കുടുംബം തന്നെ ഒരു നരകമാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നത്. വെറുതെ അല്ല ആ വൈദ്യുനാഗ ഇവിടെ ഇരിക്കാത്തെന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോന്നെ. പെട്ടെന്ന് ദേവികം പറഞ്ഞു, മോൻ എണീറ്റ് പൊക്കോ, എൻ്റെ കാലിന് വേദനയൊക്കെ പോയെന്ന് പറയണം. വേണ്ടമ്മ, ഞാൻ തിരുമ്മിത്തരാം. വേണ്ട മോൻ എണീറ്റ് പൊക്കോളാൻ പറയണം. ഭയങ്കര സങ്കടം വന്നാലും ദേവികമ്മയ്ക്ക്. പിന്നീട് ഗിരിദേവനും ഉണ്ണിമോളും വാവരും കൂടെ ക്ഷേത്രത്തിൽ അത് വിഷുക്കണിക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. ഉണ്ണിമോള് പോയി എന്ത് ചെയ്യണം, വീടുകളിലൊക്കെ പോയി ചോദിച്ചാൽ അതിന് വിഷുക്കണിക്ക് വേണ്ടി സാധനങ്ങളെല്ലാം വാങ്ങിച്ചുകൊണ്ട് വരുവാണ്. എന്നിട്ട് ഗിരിദേവനോട് വന്നിട്ട് പറഞ്ഞു, ഇതുണ്ടോ ഞാൻ പോയി എല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നു. ഓരോ വീടുകളിൽ പോയി ചോദിച്ചു കഴിഞ്ഞപ്പം എല്ലാവരും മടി കൂടാ സാധനങ്ങളൊക്കെ എടുത്തു വന്നു. വിഷുക്കണി ഒരുക്കാനെന്നപ്പോൾ അവർക്കെല്ലാം ഭയങ്കര ഇഷ്ടമായിരുന്നു. എല്ലാവരും രാവിലെ ക്ഷേത്രത്തിൽ വരാന്നൊക്കെ പറയുവാണ്. പക്ഷെ ഒരു കാര്യം മാത്രം കിട്ടിയില്ല. അതെന്താ? കൊന്നപ്പൂ മാത്രം കിട്ടിയില്ല. അതാണോ? അത് വലിയ കാര്യമായിട്ട് എടുക്കണ്ട, നമുക്ക് പോയി പറിച്ചിട്ട് വരാന്ന് വേണ്ട. ഇപ്പൊ എവിടെ പോയി കൊന്നപ്പൂ പറിക്കാനെന്ന് ചോദിക്കണം. ഉണ്ണിമോള് വാ എന്നും പറഞ്ഞ് ഗിരിദേവനും വാവരും ഉണ്ണിമോളെ കൂട്ടിക്കൊണ്ട് പോവാണ്. അപ്പൊ ഉണ്ണിമോള് ചോദിച്ചു, അതെന്താ ഗിരിദേവ ഈ കൊന്നപ്പൂ കിട്ടുന്ന മരത്തിന് കൊന്നമരം എന്ന് പറയണേന്ന് ചോദിക്കുകയാണ്. അതോ, അതിന് വലിയൊരു കഥയാന്ന് പറയാ. എനിക്ക് ആ കഥ അറിയത്തില്ല. ആ കഥ മാത്രം മുത്തശ്ശിനോട് പറഞ്ഞു തന്നിട്ടില്ലെന്ന് പറയണം. അതാണോ കുഴപ്പം? അത് ഗിരിദേവൻ പറഞ്ഞു തരുമെന്ന് വാവര് പറയണം. ഗിരിദേവൻ എല്ലാ കഥകളും അറിയാം. പെട്ടെന്ന് അവിടെ ഇരുന്നിട്ട് ഗിരിദേവൻ പറയും, ഉണ്ണിമോൾ ഇവിടെ ഇരിക്കെ, ഞാൻ പറയാന്ന് പറയണം. എന്താ ഗിരിദേവ പറ, ഈ കൊന്നമരം എന്താ അങ്ങനെ ആ മരത്തിനെ വിളിക്കണമെന്ന് ചോദിക്കണം. ആ മരം ആരെയും കൊന്നിട്ടില്ല, പക്ഷെ അതിനെ കൊന്നമരം എന്ന് വിളിക്കുന്നുണ്ട്. അതിന് കാരണം ശ്രീരാമൻ ബാലിയെ കൊല്ലാനായിട്ട് ആ മരത്തിന് പുറകെ മറിഞ്ഞിരുന്നിട്ടായിരുന്നു വധിച്ചത് ബാലിയെ. അതുകൊണ്ട് പിന്നീട് ആ മരം കാണുമ്പോൾ എല്ലാവരും കൊന്നമരം എന്ന് വിളിക്കും. പക്ഷെ ഈ കൊന്നമരത്തിന് ഭയങ്കര വിഷമമായിരുന്നു കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും. ഒരു തെറ്റും ചെയ്യാതെ കൊന്നമരം എന്നുള്ള പേര്. അവസാനം മരം എന്ത് ചെയ്യണം, പ്രാർത്ഥിച്ച് ശ്രീരാമനെ വരുത്തുവാണ്. എന്നിട്ട് പറഞ്ഞു, ഒരു തെറ്റും ചെയ്യാത്ത പാവം എന്നെ എല്ലാവരും കൊന്നമരം വിളിക്കുന്നു, എനിക്ക് സങ്കടമുണ്ട് കേട്ടോ ശ്രീരാമ എന്ന് പറയണം. ശ്രീരാമൻ പറഞ്ഞു, നീ ചെയ്ത കർമ്മഫലമാണ് നിനക്ക് കിട്ടിയിരിക്കുന്നു പറയണം. അതെന്താ ഗിരിദേവ അങ്ങനെ പറഞ്ഞത്?
അങ്ങനെ എന്താ ശ്രീരാമൻ പറഞ്ഞെന്ന് ചോദിക്കുകയാണോ? അതോ അത് ഞാൻ പറയാം, നമുക്ക് ആദ്യം പോയി കൊന്നപ്പ് പറിച്ചുകൊണ്ട് വന്നിട്ട് കണി ഒരുക്കാം, അതിനുശേഷം പറയാന്ന് പറയണം. അങ്ങനെ കൊന്നമരത്തിന്റെ ചുവട്ടിലേക്ക് ഇവർ ചെല്ലുവാണ്. ചെന്ന് കഴിഞ്ഞിട്ട് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും വലിയ മരവാ, നിറച്ചും പൂക്കൾ തൂങ്ങിക്കിടക്കും. ഇതെങ്ങനെ പറിക്കും ഗിരിദേവ? ഒരു തോട്ടി പോലും ഇല്ലോ, ഇനി എന്ത് ചെയ്യുന്നു ചോദിക്കണം. അതൊന്നും ഓർത്ത് ഉണ്ണിമോള് വിഷമിക്കണ്ട, ഈ മരത്തിനും ജീവനുണ്ട്. ഒരു കാര്യം ചെയ്യ ഉണ്ണിമോള് എന്നിട്ട് പറ, കൊന്നമരവേ വിഷുക്കണി ഒരുക്കാൻ കുറച്ച് പൂ വേണം, കുറച്ച് പൂ തരുമെന്ന് ചോദിച്ചു നോക്ക്. കൊന്നമരം പൂ തരുമെന്നുള്ള ഗിരിദേവ എന്താ ഇങ്ങനെയൊക്കെ പറയണേന്ന് ചോദിക്കണം. ഉണ്ണിമോളൊന്ന് ചോദിച്ചു നോക്കാൻ പറയണം. ഉണ്ണിമോള് എന്നിട്ട് പറഞ്ഞു, കൊന്നമരവേ വിഷുക്കണി ഒരുക്കണം, ക്ഷേത്രത്തിലേക്ക് പൂ വേണം, ഞങ്ങളുടെ തോട്ടിയൊന്നുമില്ല, അപ്പൊ എന്ത് ചെയ്യുന്നു പറയാണ്. അപ്പൊ ഇതിനു മുമ്പ് തന്നെ ഉണ്ണിമോള് പറഞ്ഞായിരുന്നു വാവര് മരത്തിൽ കയറി പൂ പറിക്കാനായിട്ട്. അപ്പോഴാ ഗിരിദേവൻ പറഞ്ഞേ, കയറേണ്ട ആവശ്യമൊന്നുമില്ല, കൊന്നമരം പൂ തന്നോളൂന്ന്. ഉണ്ണിമോടെ പ്രാർത്ഥന കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കൊന്നമരം ശേഖരങ്ങളൊക്കെ താത്തി കൊടുക്കുകയാണ്. ഉണ്ണിമോടെ മുന്നിൽ വന്ന് പൂ പറിക്കാൻ ഭാഗത്തിന് അങ്ങോട്ട് നിന്നു കൊടുത്തു. ഉണ്ണിമോളെ ആവശ്യമുള്ള പൂ പറിക്കുക. എന്നിട്ട് പറഞ്ഞു, മതി, ഇത്ര മതി കേട്ടോ, ഇനി പൊക്കോളാൻ പറയണം. പതുക്കെ ശിഖരങ്ങളൊക്കെ മുകളിലേക്ക് വരുന്നു. ഉണ്ണിമോൾക്ക് അത്ഭുതമായിരുന്നു. ആ പൂക്കളുമായിട്ട് നേരെ ക്ഷേത്രത്തിലേക്ക് വരുവാണ്. ക്ഷേത്രത്തിലേക്ക് വന്നിട്ട് വിഷുക്കണി ഒരുക്കുകയാണ്. 3 പേരും കൂടെ കൂട്ടെ വിഷുക്കണിയൊക്കെ ഒരുക്കി വെച്ച് ഉണ്ണിമോൾക്ക് ഭയങ്കര സന്തോഷമായി. നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. ഈ സമയത്ത് തിരുമേനി അങ്ങോട്ട് വന്നേ. തിരുമേനിയോട് ഉണ്ണിമോള് ചോദിച്ചു, തിരുമേനി എങ്ങനെയുണ്ട് വിഷുക്കണി, നല്ലതാണോന്ന് ചോദിക്കുക. ഞങ്ങളുടെ വിഷുക്കണി ഭഗവാൻ ഇഷ്ടപ്പെടുമെന്ന് ചോദിക്കണം. കൊള്ളാം, ഉണ്ണിമോടെ വിഷുക്കണി ഭഗവാൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ ആർക്ക് ഇഷ്ടപ്പെടാനായിട്ടാ? ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അല്ല മുത്തശ്ശി വരുമോ ഉണ്ണിമോടെ വിഷുക്കണി കാണാനെന്ന് ചോദിക്കും. ഇല്ല, മുത്തശ്ശിയോട് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ വരുന്ന കാര്യം. ഞാൻ നേരെ ക്ഷേത്രത്തിലേക്ക് വന്നേ. എന്റെ ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ മാറ്റി തന്ന അയ്യപ്പസ്വാമിനെ ഒന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് വീട്ടിലേക്ക് പോകാനായിട്ട്, അതിനുവേണ്ടി ഞാൻ വന്നേന്ന് പറയണം. ആ അത് ശരി, എന്നാ കുഴപ്പമില്ലാന്ന് പറയണ. പിന്നീട് അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേനും ഉണ്ണിമോള് പറയാണ്, അവര് മാറിയിരിക്കുവാണ് 3 പേരും കൂടെ വിഷുക്കണിയെ കണ്ടതിന് ശേഷം. എന്നിട്ട് പറയാം, ചെന്ന് കഴിയുമ്പോഴത്തേനും ഇനിയിപ്പം മുത്തശ്ശിക്ക് ഏറ്റവും വലിയ ഒരു സമ്മാനമായിരിക്കും ഞാൻ കൊടുക്കാൻ പോകുന്ന പറയണം. അതെന്താന്ന് ഭാവരി ചോദിക്കാടെ. മുത്തശ്ശിക്ക് ഏറ്റവും വലിയ വിഷുക്കണി നീട്ടെന്ന് പറയാ അറിയാലോ എന്താന്നുള്ള കാര്യം, വൈകിട്ടിരുന്നാക്കും, അതിനേക്കാളും വലിയ വിഷുക്കണി മുത്തശ്ശിക്ക് കിട്ടാനില്ലോ എന്ന് പറയാണ്. അങ്ങനെ അവരവിടെ പോയി ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും ചോദിച്ചു, അല്ല മുമ്പേ ആ കണിക്കൊന്നയുടെ കാര്യം ബാക്കി പറഞ്ഞില്ലല്ലോ, അതെന്താ ഗിരിദേവ ആ കഥ പറഞ്ഞ് നിർത്തിയത്? ബാക്കിയും കൂടെ പറ, എനിക്കത് കേൾക്കാൻ ഭയങ്കര കൊതിയുണ്ടെന്ന് പറയാ. അപ്പൊ അവര് പെട്ടെന്ന് പറഞ്ഞു, ദേ ഉണ്ണിമള കഥയൊന്നും മറന്നു പോയിട്ടില്ല കേട്ടോ, അതൊന്ന് പറഞ്ഞു കൊടുക്കാൻ പറയണം. വീണ്ടും ഗിരിദേവൻ ആ കഥകൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങുകയാണ്. കൊന്നപ്പൂവിന്റെയും കണിക്കൊന്നയുടെ ഒക്കെ അതിന്റെ വിശേഷങ്ങൾ ഇനി പുറകെ വരുന്നുള്ളൂ കേട്ടോ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയും ഞാൻ വരാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.